ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്ന പഴശ്ശിരാജാവിൻ്റെ വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാടായ പഴശ്ശിയിലാണ്. ഇവിടെ അതിവിശിഷ്ടമായ പ്രസിദ്ധമായ ഒരു ശിവവിഷ്ണു ക്ഷേത്രമുണ്ട്, പഴശ്ശി ശിവവിഷ്ണു ക്ഷേത്രം. ഇതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഗ്രാമീണ നന്മയുടെ തെളിമ പോലെ നല്ല നെൽവയലുകൾ. ഇത് പഴശ്ശി എന്ന ചെറുഗ്രാമം. പോരാട്ട വീര്യത്തിൻ്റെ അവസാന വാക്കായ വീരകേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്. പഴശ്ശി കോവിലകത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്ന ശിവവിഷ്ണു ക്ഷേത്രം കാണാനാണ് ഇന്നത്തെ എൻ്റെ യാത്ര. വിഷ്ണുവിൻ്റെ അമ്പലം മാത്രമാണ് ഇപ്പോൾ പൂർണ്ണതയിലുള്ളത്. ഇത് പഴശ്ശിയുടെ എന്നുവെച്ചാൽ പഴശ്ശി ശിവക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിരുന്നു പണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു തകർത്താണെന്ന് പറയുന്നു, ബ്രിട്ടീഷ് തകർത്താണെന്നുള്ളവരും പറയുന്നുണ്ട്. കൃത്യമായ ഒരു ചരിത്രം ഇതിനെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ നിലവിലുള്ള ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പൂർവികർക്കാർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ഇതിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു ശിവലിംഗം ഞങ്ങളിപ്പം ബാലാലയ പ്രതിഷ്ഠ നടത്തി അവിടെ ആരാധിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒരു എടുക്കാൻ വേണ്ടി തറകെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പുനരുദ്ധാരണം. അപ്പം മാത്രമല്ല വലിയൊരു പൈസ അതിന് വേണം. അപ്പോൾ അതിനുള്ള ഒരു സാമ്പത്തിക ഞെരുക്കത്തിലാണ് കമ്മിറ്റിയും ഇവിടുത്തെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്നാലും ഞങ്ങൾ പൂർവാധി ഉത്സാഹിക്കുന്നുണ്ട്. വീഡിയോയിൽ അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഒരു ഇതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഉണ്ടാവും. വലിയ വലിയ കല്ലുകളുണ്ട്. പഴയ ക്ഷേത്രത്തിന്റെ മാതൃകയുള്ള കല്ലുകൾ ഇവിടെ. അപ്പോൾ അതാണ് ഇത് പഴക്കം നിർണ്ണയിക്കുന്ന ഒരു ഘടകം. അതെ അതെ. പിന്നെ ഈ എനിക്കൊന്ന് പ്രശ്നത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വർണ്ണ പ്രശ്നം വെച്ചിരുന്നു, താമ്പൂല പ്രശ്നം വെച്ചിരുന്നു. ഈ രണ്ട് പ്രശ്നങ്ങളിലും ഇതിനെ പറ്റി വളരെ ഇതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിമനോഹരമായ ഒരു ഗ്രാമമാണ് പഴശ്ശി. അപ്പോൾ നിറയെ വയലേലകൾ, നല്ല പച്ചപ്പ്. അപ്പോൾ ഇവിടെ ഒരു നാട്ടുകാരുടെ കമ്മിറ്റിക്ക് കോവിലകത്തിൻ്റെ അവർ വിട്ടുകൊടുത്ത ഒരു 44 സെൻറ്റ് സ്ഥലത്ത് ഇവിടെ ഒരു വലിയ മഹാക്ഷേത്രം പണിയാൻ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ ബാലാലയ പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ടുണ്ട്. അതാണ് ഈ മുമ്പിൽ കാണുന്നത്. ഇവിടെയാണ് ബാലാലയ പ്രതിഷ്ഠ. അപ്പോൾ അതിന് ഒരു മഹാക്ഷേത്രമായിട്ട് പണിയേണ്ട ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിലാണ് ഇവർ. അപ്പോൾ അതിന് വലിയ ഫണ്ട് വേണ്ടി വരും. അപ്പോൾ അത് സ്വരൂപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ഈ പറമ്പിലാണ് പണ്ടുകാലത്ത്, വളരെ പണ്ടുകാലത്ത് ഒരു മഹാക്ഷേത്രം, ശിവക്ഷേത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആർക്കും അതിനെക്കുറിച്ച് ഒരു കണ്ടറിവൊന്നുമില്ല. അത് അവരുടെ മുൻതലമുറക്കും ഇങ്ങനെ ഒന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലം പരിശോധിക്കുമ്പോൾ പല അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പത്രങ്ങൾ, ഒരു ക്ഷേത്രത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഈ പറമ്പിൽ കണ്ടിട്ടുണ്ട്, കാണാനിടയായിട്ടുണ്ട്. അതുപോലെ ഈ പ്രശ്നചിന്തയിൽ, താമ്പൂലം അതുപോലെയുള്ള പ്രശ്നചിന്തയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടോ, ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിൻ്റെ വലിയ കല്ലുകൾ കണ്ടോ. അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി നമുക്ക് ഈ കല്ലുകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും വലിയ കല്ലുകൾ ഇവിടെ ഒരുപാട് കാണാം. ഇങ്ങനെ ഇതൊരു നശിച്ചുപോയ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വന്തമായിരുന്ന, പണ്ടുകാലത്ത് നമുക്ക് സ്വന്തമായിരുന്ന ഒട്ടേറെ സംസ്കൃതികൾ, പാരമ്പര്യങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്, സംരക്ഷിക്കപ്പെടാതെ. അല്ലെങ്കിൽ ആക്രമണങ്ങളിൽ, അത് ചിലപ്പോൾ പടയോട്ടങ്ങളാവാം, അല്ലെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ നമ്മുടേതായ പാരമ്പര്യങ്ങളെ പലതും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പോയതാവാം. അപ്പോൾ ഇതിൻ്റെ പലതരം അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ബാക്കി പത്രങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ പൊളിഞ്ഞു പോയതിൻ്റെ ചില നശിപ്പിക്കാൻ പറ്റാതെ ബാക്കിയായി കിടക്കുന്ന പലതും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇത് കണ്ട, ഇതിൻ്റെ ഈ കാട്ടിനുള്ളിൽ ആ കാട്ടിനുള്ളിൽ ഒരു കിണറുണ്ട് പഴയ. ഈ ക്ഷേത്രത്തിന്റെ കിണറായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. അത് പൊതുവേ നമ്മളൊരു ഏത് ക്ഷേത്രത്തിനും ഒരു മണിക്കിണർ എന്നെല്ലാം വെക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിന്റെ ഒരു പുറത്തെ കിണറാണെന്നാണ് പറയുന്നത്. ചിലത് മണിക്കിണർ ഉള്ളിലും പിന്നെ പുറത്ത് വലിയൊരു കിണറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഴയ പല ഇതുപോലത്തെ പറമ്പുകളിലും പിന്നെ കുറേ ഈ
കിണറുകൾ കാണാം, വലിയ കിണറുകൾ, കെട്ടിയ കിണറുകൾ. അപ്പോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അവിടെ എന്തായിരുന്നു, പിന്നെ പണ്ട് കാലത്തെ അടുത്ത ആളുകളെ കുറിച്ചൊന്നും നമുക്കൊരു വിവരമില്ല. ഇല്ല, ചരിത്രത്തിന്റെ ഒരു പ്രശ്നം അതാണ്. രേഖപ്പെടുത്തിയ ചരിത്രം മാത്രമേ ഉള്ളൂ. അതെ, രേഖപ്പെടുത്താതെ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് അറിയാൻ ആരും ജീവിച്ചിരിപ്പില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് നഷ്ടമായ കുറെ കാര്യങ്ങൾ പൈതൃകം എന്നൊക്കെ പറഞ്ഞാൽ. അതെ. അപ്പോൾ നമ്മളെ വീടിന്റെ പരിസരത്തെല്ലാം വലിയൊരു പറമ്പിൽ നിറയെ കിണർ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും വീടുകൾ അവിടെ ഉണ്ടാവുമല്ലോ ചില സമയത്ത്, അല്ലേ, പണ്ട് കാലത്ത്. പക്ഷെ അതിനെക്കുറിച്ച് ആരായിരുന്നു അവിടെ താമസിച്ചത്, എന്തായിരുന്നു, അല്ലെ, ഒന്നും പറയാൻ ആരും ഇല്ല, ബാക്കിയില്ല. അതാണ് ഒരു പ്രശ്നം. നിലവിലെ ഈ ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു മഹാക്ഷേത്രമായിരുന്നു, ശിവക്ഷേത്രം. അത് പഴശ്ശിയോടുള്ള വൈരാഗ്യത്തിന് ബ്രിട്ടീഷുകാർ തകർത്തു എന്നൊരു പറയുന്നുണ്ട്. അതല്ല, ടിപ്പു പണ്ട് പിന്നെ പടയോട്ട കാലത്ത് തകർക്കപ്പെടുകയുണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ചരിത്രം പരിശോധിച്ചാൽ ക്ഷേത്രങ്ങൾ തകർക്കൽ ടിപ്പുവിന്റെ ഒരു പോളിസി ആയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ പഴശ്ശി ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ക്ഷേത്രങ്ങളിലായിരുന്നു എന്നൊരു അറിവുമുണ്ട്. പല ക്ഷേത്രങ്ങളും ബ്രിട്ടീഷുകാർ തകർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാകാം ഇത് തകർത്തിട്ടുണ്ടാവുക. കൃത്യമായ ഒരു കാലഘട്ടം ഇത് ആർക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആരും ജീവിച്ചിരിപ്പില്ല. അതെ, ഒരാളും ഇല്ല. പക്ഷേ അവകാശികൾക്കും അതിനെപ്പറ്റി അറിയില്ല. ഓരോരുത്തരുടെ അവകാശികൾക്കും അതിനെപ്പറ്റി ധാരണയില്ല, അറിയില്ല. അതാ എന്നാ പറഞ്ഞാൽ അക്കാലത്തെ ആരും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഇല്ല, ഇപ്പൊ ഉള്ളവർ, അല്ല, ഈ പറഞ്ഞ പോലെ അവകാശികളും ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കാം. മാത്രമല്ല, അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഈ പഴശ്ശിയുമായിട്ടുള്ള പോരാട്ടത്തില് ഈ നാട്ടിൽ ഒരുപാട് പേരെ ബ്രിട്ടീഷുകാർ വധിച്ചളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ അന്ന് ബ്രിട്ടീഷുകാർ വധിച്ചിരുന്നു. ആ ഒരു പ്രശ്നം കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടത്. ഒരുപാട് ഇല്ലങ്ങളും മഠങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണിത്. പക്ഷേ അതിന്റെ ഒരു തുടർച്ചയായിട്ട് ആരുമില്ല. ശരിക്കും വംശനാശം വരുത്തിയെന്ന് അതാണ് അവരുടെ ഒരു സിസ്റ്റം. അതാണ് അങ്ങനെ, അല്ലേ, എതിരാളികളൊന്നും ബാക്കിയാവാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ എന്തുകൊണ്ട്. ഇതൊക്കെ ചെയ്തവർ ആരായിരുന്നാലും ചരിത്രത്തോട് മാപ്പർഹിക്കാത്ത ഒരു തെറ്റാണ് അവർ ചെയ്തത്. വിദ്വേഷം മനുഷ്യരോടാണെങ്കിൽ പക തീർക്കൽ അവരോട് മാത്രം പോരെ. ഇന്നത്തെ കാഴ്ച ഇവിടെ തീരുന്നു. നാളെ വിഷ്ണു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരേക്കും ഗുഡ് ബൈ.